ഹലോ ഗൈസ്, എല്ലാവർക്കും നന്ദൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നിമ വെഡ്സ് മിഥുൻ്റെ രണ്ടാം പാർട്ടാണിത്. അതായത് കല്യാണ ദിവസം രാവിലെ 12:30 1:30 മുഹൂർത്തം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 9:30 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ എത്തണ്ടേ, പിന്നെ പുതിയൊരു ഭാഗത്തായി അങ്ങോട്ട് പോകേണ്ടതായതുകൊണ്ട് എന്തായാലും ട്രാഫിക് ഉണ്ടാവും. പിന്നെ സൺഡേ ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങി ഏകദേശം ഒരു 10 10:15 നമ്മൾ അവിടെ എത്തി. വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പോഴേക്കും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കുടുംബക്കാർ. ബ്യൂട്ടീഷ്യൻ നല്ല അടിപൊളിയായിട്ടാണ് ഈ ചൊരുക്കിയിട്ടുണ്ട്. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിമേൻ്റെ സ്റ്റൈല്. അങ്ങനെ ഓവർ മേക്കപ്പ് പിന്നെ മുഖത്ത് നല്ല ഇതായിട്ടൊന്നും ഓവർ ഇല്ലാണ്ട് നല്ല നാച്ചുറൽ ലുക്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. സൂപ്പറാണ്. പുതിയൊരു ഭാഗത്തുള്ളത് ഞാൻ പേര് ചോദിക്കാൻ മറന്നുപോയി, അവർ ആക്കിയതല്ലേ. സുന്ദരി ഒന്നിങ്ങോട്ട് നോക്കിയാ സുന്ദരി. അങ്ങനെ 12:30 12:45 അടുപ്പിച്ചാകുമ്പോഴത്തേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1:45 വരെ സമയമുണ്ട് താലി കെട്ടേണ്ട. എല്ലാവരും റെഡിയായി നിന്നപ്പോഴേക്കും പിന്നെ ചെറുക്കനൊക്കെ വരവേൽക്കാൻ വേണ്ടിയിട്ട്
ഹലോ ഓക്കെ നല്ല ചിരിച്ചോണ്ട് കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തോ പോകുന്ന റീല് രണ്ടാമത് ക്യാമറയിലേക്ക് നോക്കി ഓക്കെ സെൻറ്ററിലോട്ട് ജസ്റ്റ് ബാക്കിലേക്ക് ബാക്കിലേക്ക് നോക്കി ക്യാമറയിലേക്ക് നോക്കി ഉണ്ടാവും തല കഴിച്ചു സൗണ്ട് കിട്ടില്ല പക്ഷേ എനർജി വേണം ഓക്കെ ആക്ഷൻ ഓക്കെ ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട് പോരാ ഒന്നുകൂടി പൂട്ടെ ഓക്കെ അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ മിഥുൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ഒരുക്കങ്ങളായി. ഒരു രണ്ടുപേരും ടാറ്റ പറഞ്ഞു ഇങ്ങോട്ട് എത്തി ഒരു ടാറ്റ പറഞ്ഞു. ഉള്ളി വേണോ കരയുന്നില്ല നീമ മോള് കരയായിട്ട് ഇവർക്കെല്ലാം വിഷമം. അങ്ങനെ അവർ യാത്രയായിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം 3/4 മണിക്കൂറിന് ശേഷം നമ്മളും പിന്നെ അവരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. ഇനി ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു 10-25 പേര്. എല്ലാ കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്ത് പാട്ടും ഡാൻസൊക്കെ കളിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേർന്ന് അധികം ബ്ലോക്ക് കാര്യങ്ങളൊന്നും ചെറുതായിട്ടേ ഉണ്ടായിട്ടില്ല. പിന്നെ അവിടുന്ന് പിന്നെ നമ്മളെത്തിയിട്ടും അവർ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ കൂടെ തന്നെ നമ്മളും അവരുടെ കൂടെ തന്നെ നടന്ന് വീട്ടിലേക്ക് പോയി. ലേറ്റായി മഴ കാരണം അവർ കുറച്ച് നേരം അവിടെ നിന്ന്. എന്താ വെച്ചാൽ അങ്ങനത്തെ ഇടിയും മഴയായിരുന്നു പെയ്തിട്ടുണ്ടായിരുന്നത്. കൊറ്റാളി പനങ്കാവിലാണ് മിഥുൻ്റെ വീട് വരുന്നത്. അവന് പിന്നെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്തായാലും പെട്ടെന്ന് നടത്തിച്ച് വീട്ടിലെത്തിക്കൂല, കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർ പിന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അവരെ കൂടെ തന്നെ അങ്ങ് നടന്ന് വീട്ടിലേക്ക് എത്തിച്ചേർന്നു. കാല് ജസ്റ്റ് കാണിച്ചാൽ മതി. ഒരു സ്റ്റെപ്പ് അവിടെ നിൽക്കേ. ഇനി വിളക്ക് കൊടുത്തു.
അങ്ങനെ നമ്മൾ മിഥുൻ്റെ വീടും കണ്ട് റൂമൊക്കെ കണ്ട് നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ട് ഒരുക്കിയിട്ടുണ്ട് അവർ. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡും കഴിച്ച്, ബിരിയാണി ആയിരുന്നു, നല്ല സൂപ്പർ ബിരിയാണി, ഐസ്ക്രീമും ഉണ്ടായിരുന്നു, അതും കഴിച്ച് അവർ നമ്മളെ യാത്രയാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ.